അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ 22-ാം തീയതിയാണ് 2024. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ആൾ കുവൈറ്റിലായിരുന്നു. അവിടെ വെച്ച് സെപ്റ്റംബർ 20-ാം തീയതി സ്ട്രോക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഡോക്ടർ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതാണ്. 3 ദിവസം അവരൊന്നും ചെയ്യാതെ അവിടെ ഇട്ടു. വെൻറ്റിലേറ്ററിലായിരുന്നു. അപ്പോൾ അവിടെയുള്ള നേഴ്സുമാർ അമ്മയുടെ തൈലവും തേനും നാവിലും നെറ്റിയിലുമൊക്കെ തേക്കുമായിരുന്നു. അവരെന്നെ വിളിച്ച് പറഞ്ഞു, എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുക്ക്. എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ എല്ലാവരെയും വിളിച്ചറിയിച്ചത് ഞാൻ തന്നെയാണ്. എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഒന്ന് ചെല്ല്, അവിടം വരെ ചെല്ല് എന്നും പറഞ്ഞ് വിളിച്ചറിയിച്ചത് ഞാൻ തന്നെയാണ് എല്ലാവരെയും. അവർ ചെന്നിട്ട് ഞാൻ വിളിക്കുമ്പോൾ ആരും ഫോൺ എടുക്കില്ല. തിരിച്ച് എന്നോട് പറയാൻ അവർക്ക് പറ്റണില്ല. ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ അവർക്ക് പറ്റണില്ല. റൈറ്റ് സൈഡ് മുഴുവൻ വീക്കായിപ്പോയി. അവരൊന്നും പറഞ്ഞില്ല. പിന്നെ മോളാണ് എന്നെ വിളിച്ച് പറയണത്, അമ്മേ ഡാഡിക്ക് എന്തോ സംഭവിച്ചു, എന്താണെന്ന് അവർ പറയണില്ല എന്ന് പറഞ്ഞു. ഞാൻ അവളെ വഴക്ക് പറഞ്ഞ് ഫോൺ വെച്ചു, നീ വെച്ച് ഡാഡിക്ക് ഒന്നുമില്ല. എൻ്റെ മനസ്സ് കിടന്ന് തികത്തുകയാണ്. എങ്കിലും ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കുക. അവൾ ലീവ് കഴിഞ്ഞ്, അവൾ നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ്, അവൾ ലീവ് കഴിഞ്ഞ് പോയി ട്രെയിനിലാണ്. അപ്പോൾ അവളെ പേടിപ്പിക്കാതിരിക്കാനാണ് ഞാൻ അത്രയും പറഞ്ഞത്. എന്നിട്ട് ഞാൻ വേഗം ഫോൺ വെച്ചു. ഞാൻ എല്ലാവരെയും ഫോൺ വിളിച്ചു, ഇതിൻ്റെ കൂട്ടുകാരെ വിളിച്ചു. ആരും എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യണില്ല, എടുക്കണില്ല. ഞാൻ നൊലോളിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി വീട്ടിലിരുന്നു. പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റ് പള്ളിയിൽ പോയി, മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. 22-ാം തീയതി അവരവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, എത്രയും പെട്ടെന്ന് എൻ്റെ ബ്രദറാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അവനിവിടെ വന്ന് എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഞാൻ സെപ്റ്റംബർ 22-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. നൊലോളിച്ച് ആണ് ഞാനിവിടെ വന്നത്. അത് കഴിഞ്ഞ് അന്ന് ഞാൻ തിരിച്ചു പോയി. പിറ്റേ ദിവസവും ഞാൻ തിരിച്ച് ഇവിടെ വന്നു. ഞാൻ മോറ്റുഴയിൽ നിന്നാണ് ഇവിടെ വരുന്നത്. പിറ്റേ ദിവസം ഞാനിവിടെ വന്നു. എനിക്ക് അച്ഛനെ കാണാനുള്ള സൗകര്യം കിട്ടി. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോട്ടോയും കാര്യങ്ങളും തന്നു. അപ്പോൾ അവർ ആങ്ങളെയാണ് അവിടെ അച്ഛനെ കാണാനുള്ള ക്യൂവിൽ കയറി നിന്നത്. അപ്പോൾ അവർ ബ്രദർമാർ പറഞ്ഞു, ഉടമ്പടി എടുത്ത ആളാണ് നിൽക്കണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു, അവളൊന്നും അറിഞ്ഞിട്ടില്ല, അവളെ ഒന്നും അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സാരമില്ല, അമ്മ ഇവിടെ ഉണ്ട്, ധൈര്യമായിട്ട് പേപ്പർ കൊടുത്തോ എന്നും പറഞ്ഞ് പേപ്പർ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ നൊലോളിച്ച് പേപ്പർ മേടിച്ചു. അച്ഛനെ എനിക്ക് വന്ന് കണ്ടു. അച്ഛൻ ഈ പേപ്പർ കൈ കൊണ്ട് തൊട്ട് പ്രാർത്ഥിച്ച, അമ്മയോട് തൊട്ട് പ്രാർത്ഥിച്ച ആ നിമിഷം, 3-ാം ദിവസം ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതാണ്. ആ സമയത്ത് അവിടുന്ന് കോള് വരുവാണ്, ഓപ്പറേഷൻ എടുക്കുവാണ് എന്നും പറഞ്ഞ്. അപ്പോൾ അവിടെ ഒരു നേഴ്സ് കൊച്ചുണ്ടായിരുന്നു. എല്ലാ ദിവസവും തൈലവും തേനും തൊട്ട് നാവിലും തൊട്ട് നെറ്റിത്തും തൂക്കുമായിരുന്നു. ആ കൊച്ച് ഡോക്ടർ അറിയാതെ കയ്യിൽ ബാൻഡേജിൻ്റെ ഉള്ളിൽ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ വെച്ച് കെട്ടി ഓപ്പറേഷന് കയറ്റി. അച്ഛൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ നിമിഷമാണ് കോള് വന്നത്, ഓപ്പറേഷൻ എടുക്കുമെന്ന്, ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതാണ്. അങ്ങനെ പിറ്റേ ദിവസം അവർ പറഞ്ഞു, ഒന്ന് പ്രതീക്ഷിക്കേണ്ട, തലയുടെ ഒരു ഭാഗം എടുത്ത് മാറ്റി അവർ ഫ്രീസറിൽ വെച്ചു. അതിൻ്റെ ആവശ്യം വരില്ല എന്നാണ് അവർ പറഞ്ഞത്. എങ്കിൽ തലയോട്ടിയുടെ ഒരു ഭാഗം എടുത്ത് വെച്ചു, ആവശ്യം വരില്ല, അവർ ഫ്രീസറിൽ എടുത്ത് വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. പ്രാർത്ഥനയിലായിരുന്നു, ജപമാല. അവിടെയും ജപമാലയുടെ 3 ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അവരാരെയും അറിയില്ല. എങ്കിൽ പോലും നേഴ്സ് പിള്ളേർ എല്ലാവരും ജപമാലയിൽ മുറുകെ പിടിച്ച് അവരെന്നോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് തൈലവും പൂശി കൊടുത്ത് എല്ലാം ചെയ്തു. ആൾക്ക് മാറ്റം വന്നു. അങ്ങനെ ഒരു 6 മണിക്കൂർ കസേരയിൽ ഇരുന്ന് കാണിച്ചാലാണ് അവർ നാട്ടിലേക്ക് വിടൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ അതിനുള്ള ശ്രമമായി, പിന്നെ പ്രാർത്ഥനയായി. അങ്ങനെ ഒരു 5 ആഴ്ച ഞാനിവിടെ അടുപ്പിച്ച് വന്നു. എല്ലാ ശനിയാഴ്ചയും ഞാനിവിടെ വരുമായിരുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു കുഴപ്പം കൂടാതെ ഡിസംബർ 3-ാം തീയതി ആസ്റ്ററിലേക്ക് കൊണ്ടുവന്നു. കൊണ്ടുവന്ന ആ നിമിഷം തുടങ്ങി അവിടുത്തെ അച്ഛന്മാരും നേഴ്സുമാരും കൊന്ത അവർ നിർത്തിയിട്ടില്ല. ആസ്റ്ററിൽ എത്തണ വരെ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി ആംബുലൻസിൽ കയറി ആശുപത്രിയിൽ എത്തണ വരെ അവർ ജപമാല നിർത്തിയിട്ടില്ല. അവിടെ ഒരു കുഴപ്പം കൂടാതെ എത്തി.
6-ാം തീയതി അടുത്ത ഓപ്പറേഷൻ ഫ്ലാപ്പ് തിരിച്ചു വെക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ലായിരുന്നു. ഇത്രയും നാളായി അത് എന്തെങ്കിലും ഒരു ശകലം കേട് പറ്റിയാലും നമ്മൾ വേറെ അന്വേഷിക്കേണ്ട വരും, നോക്കണ്ട. അതിനൊന്നും ഒരു തടസ്സവും അമ്മ മാതാവ് വരുത്തിയില്ല. എല്ലാം അങ്ങനെ തന്നെ വെക്കാൻ സാധിച്ചു, ഒരു കുഴപ്പവും കൂടാതെ. ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചോളൂ. ഞാനിവിടെ നിന്ന് നടത്തിയാണ് വിട്ടത്. എനിക്കിവിടെ തിരിച്ച് നടന്ന് തന്നെ വന്ന അമ്മ എനിക്ക് കൊണ്ട് തന്നെ. എനിക്ക് തന്നെ ഒന്നിനും ഒരു കഴിവില്ല. എൻ്റെ മക്കൾ 2 പേരും പഠിക്കണു നേഴ്സിങ്. ഒരു കുഴപ്പവും കൂടാതെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. പെട്ടെന്നാണ് ഇങ്ങനെ വന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. മാതാവിനെ മുറുകെ പിടിച്ചു കൊന്ത ചൊല്ലി ഇവിടെ വന്ന് 5 ആഴ്ചയോളം പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന ശേഷം എല്ലാ ദിവസവും നേർച്ച വസ്തുക്കളും ഞാൻ തൂക്കും. എല്ലാം നാവിൽ തേൻ പുരട്ടി കൊടുത്തു എല്ലാം. അത് കഴിഞ്ഞ് ഡിസംബർ 28-ാം തീയതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ പുറത്തെങ്ങും കൊണ്ടുപോകില്ല. അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന ശേഷമാണ് ഞാൻ എവിടെയും പുറത്തേക്ക് ഞാൻ ഇറക്കുള്ളൂ. എനിക്ക് അങ്ങനെ ഈ 5-ാം മാസം 25 5-ാം മാസത്തിൽ ഇവിടെ വന്ന് എനിക്ക് അച്ഛനെ കാണാനുള്ള സൗകര്യം കിട്ടി. ഞാൻ ആളെ ഇവിടെ കൊണ്ടുവന്നു. അച്ഛനെ കാണാൻ സൗകര്യം കിട്ടി. ഞാൻ കാണിച്ചു, പ്രാർത്ഥിച്ചു, ഞാൻ തിരിച്ചുപോയി. ഇപ്പോഴും ഞാൻ പ്രാർത്ഥനയും തൈലവും പൂശി പ്രാർത്ഥനയായിട്ട് ഇരിക്കുന്നു. 2 പ്രാവശ്യം ഇതിനും ഇടയ്ക്ക് ഒന്ന് വീണു. അപ്പോഴും എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല. ഞാൻ മാതാവിൻ്റെ തൈലെടുത്താണ് ഞാൻ പരട്ടിയത്. ഒരു കുഴപ്പവും ഉണ്ടായില്ല. ആശുപത്രി ചെന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയെ ഒന്നും വരുത്തല്ലേ. എപ്പം ഞാൻ പോയാലും പ്രാർത്ഥിച്ച് ഞാൻ തൈലം പൂശി പോവും. ഒരാപത്തും വരുത്തല്ലേ. കയ്യിൽ കാശുരവും കൈ പിടിക്കും. അപ്പോഴൊക്കെ എന്നെ ഓരോ കാര്യത്തിലും രക്ഷിച്ച് തന്നെ വിട്ടുകൊണ്ടിരുന്നു. ഇപ്പോഴും കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി. സംസാരിക്കാനുള്ള കഴിവിനാണ് പറ്റിയത്. എങ്കിലും ഇപ്പോൾ കൊന്ത ചെല്ലുമ്പോൾ സ്വർഗസ്നായ പിതാവും ഞാൻ ചെല്ലും. 10 നന്മ നിറഞ്ഞ പറയും ആൾ ചെല്ലും. ഇപ്പം സംസാരിക്കാൻ പറ്റില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാം ഇപ്പം നേരത്തെക്കാളും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പ്രാർത്ഥനയിലാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ സമയം കിട്ടപ്പെടുന്ന എല്ലാം എനിക്ക് വരാൻ പറ്റുന്ന അവസ്ഥയിൽ ഞാൻ ഇവിടെ വരുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് എനിക്ക് പുറത്ത് ആളെ ഇട്ടിട്ട് എങ്ങും പോകാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ മരുന്നിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോകും ഇടയ്ക്ക്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതുപോലെ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയാൽ എനിക്കൊരിക്കലും വീട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഞാൻ വഴിയിലിറങ്ങി വഴി നീളെ എല്ലാവർക്കും കൊടുത്തേ ഞാൻ പോവാറുള്ളൂ. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കയ്യിലുണ്ടാവില്ല പത്രം. അത്രയും ഞാൻ എല്ലാവർക്കും ഞാൻ പോണ വഴിക്ക് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പത്രം കൊടുത്താണ് ഞാൻ പോകുന്നത്. മാതാവ് ഇപ്പോഴും കൈ പിടിച്ചുകൊണ്ടിരിക്കുക എന്നെ. ഓരോ കാര്യത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുക. എൻ്റെ മക്കളുടെ പഠിത്തം എല്ലാം ഈശോ മാതാവ് ഇപ്പോഴും കാത്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കാൻ എനിക്ക് സാധിച്ചു. പ്രാർത്ഥനയിലാണ് ഞങ്ങളെപ്പോഴും ജപമാല ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുപോലെ അച്ഛൻ്റെ ചൊവ്വാഴ്ചയുള്ള ധ്യാനം, രാവിലെയുള്ള ഡെയിലി ബ്രെഡ് എല്ലാം ഞാൻ പ്രാർത്ഥനയിൽ ഉണ്ട്. എപ്പോഴും ഞാൻ മൊബൈലിലാണെങ്കിലും ഞാൻ കൊന്ത വെച്ച് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ 10-65 വർഷമായിട്ട് ഞങ്ങൾക്ക് പട്ടയം കിട്ടാതിരുന്ന ഒരു സ്ഥലത്തിന് ഞങ്ങൾക്ക് പട്ടയം കിട്ടാനുള്ള അനുഗ്രഹം എല്ലാം അമ്മ മാതാവ് ഒരുക്കി തന്നു. ഓരോ തടസ്സങ്ങൾ വന്നപ്പോഴും ഞാൻ കാശുരവും കയ്യിൽ വെച്ച് പോയി. എനിക്ക് അതെല്ലാം മാറ്റി ഒരു പ്രശ്നവും കൂടാതെ 1 വർഷം കൊണ്ട് ഞാൻ അപേക്ഷ കൊടുത്തത് 65 വർഷമായിട്ട് കിട്ടാതിരുന്നത് എല്ലാം എനിക്ക് ശരിയാക്കി അമ്മ തന്നു. മാതാവിന് സ്തുതി. സങ്കീർത്തനങ്ങൾ 126:3. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. ടിലിമോൾ ജോൺ എന്ന ഈ സഹോദരി തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്തതും മരണത്തോളം എത്തിയ ആ ജീവിതത്തിൻ്റെ വലിയ രോഗാവസ്ഥയിൽ നിന്നും അമ്മ മാതാവും തിരുക്കുമാരനും സഹോദരനെ ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിൻ്റെ അത്ഭുത സൗഖ്യ സാക്ഷ്യമാണ് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. സഹോദരി പറയുന്നുണ്ട്, വിദേശത്ത് വെച്ചുണ്ടായ സ്ട്രോക്കും അത് അതീവ ഗുരുതരമായി പോയ സാഹചര്യങ്ങളും ഒന്നും ചെയ്യുവാനില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാർ രോഗിയെ മാറ്റിയിട്ടതും, എന്നാൽ അത് അറിഞ്ഞ നിമിഷം അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഓടിയെത്തി അത് അച്ഛനെ കാണുവാനുള്ള അവസരം കിട്ടുകയും അച്ഛൻ ആ ഫോട്ടോ, സഹോദരൻ്റെ ഫോട്ടോ അമ്മ മാതാവിനെ മുട്ടിച്ച് പ്രാർത്ഥിച്ച അതേ നിമിഷം ഡോക്ടർ വന്നിട്ട് ഓപ്പറേഷന് വേണ്ടി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് രോഗിയെ തിയേറ്ററിലേക്ക് കയറ്റുന്നതാണ് സാക്ഷ്യത്തിൻ്റെ തുടക്കം. നമ്മൾ പറയും ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരമെന്ന്. ഇത് സഹോദരി പറയുന്നുണ്ട്, യാതൊരു തരത്തിലും അത് അവർക്കൊരു പ്രതീക്ഷയില്ല,
ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച വിഷയം അച്ഛൻ അമ്മയുടെ അരികിൽ ചെന്ന് ആ ഫോട്ടോ മുട്ടിച്ച അതേ നിമിഷം തന്നെ ഇവിടെ ഫോൺ വരികയാണ്, ഓപ്പറേഷന് വേണ്ടി അകത്തേക്ക് മാറ്റുന്നുവെന്ന്. രണ്ടാമത്തത്, ആ തിയേറ്ററിലുണ്ടായിരുന്ന ഒരു മകള്, ഉടമ്പടി എടുത്തൊരു മകള്, അവൾ അപ്പോൾ തന്നെ ആ കൈകളിൽ കുരിശടയാളം വരച്ച് ഉടമ്പടി തൈലം പൂശിക്കൊണ്ട്, ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് കൈകളിൽ പൂശി ബാൻഡേജ് കെട്ടിക്കൊണ്ട് ആളെ അകത്തേക്ക് വിടുകയാണ്. അത് അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലാണ്. പിന്നീട് അവിടെ നിന്ന് ഈ ഓരോ കാര്യങ്ങളും അറിയുമ്പോൾ സഹോദരി പറയുന്നുണ്ട്, എനിക്കവിടം വരെ ഉടമ്പടി തൈലവുമായി പോകുവാൻ പറ്റിയില്ലെങ്കിൽ എന്ത്, അമ്മ മാതാവ് ആളുകളെ ക്രമീകരിച്ച് കൊടുത്തുകൊണ്ട് ഓരോ നേരവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും എൻ്റെ ജീവിത പങ്കാളിയുടെ ശരീരത്ത് പുരട്ടിക്കൊണ്ട് അമ്മയ്ക്ക് നിരന്തരം സമർപ്പിച്ച് സൗഖ്യപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ ജീവിതം നിരന്തരം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. കണ്ടവർ എന്നെ വിളിച്ചെന്ന് ആശ്വസിപ്പിക്കുവാനാവാത്തത് കൊണ്ട് എൻ്റെ ഫോൺ പോലും എടുക്കാതെ അവർ മാറിക്കളഞ്ഞപ്പോഴും അത് കണ്ടുകൊണ്ടിരുന്ന കർത്താവ് എൻ്റെ ജീവിത പങ്കാളിക്ക് ഓരോ നിമിഷവും സൗഖ്യം പ്രദാനം ചെയ്തുകൊണ്ട് നാട്ടിലെത്തത്തില്ലെന്ന് മറ്റുള്ളവർ കരുതിയ നാളുകളിലും എൻ്റെ അമ്മ മാതാവ് എൻ്റെ ജീവിത പങ്കാളിയെ നാട്ടിലേക്ക് തിരികെ എത്തിക്കുവാൻ വേണ്ടി അതിവേഗത്തിൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തു. അമ്മ പറയുന്നുണ്ട്, ഇവിടെ തലയൂട്ടി മാറ്റിവെച്ചത് അവർ പറയുന്നു ഇതിനി ആവശ്യമുണ്ടാവില്ല, കാരണം ആളെക്കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇനി വരാൻ പോകുന്നില്ലെന്ന്. ഇവിടെ അമ്മയുടെ അരികിൽ കൊണ്ടുവന്ന് ഈ മകനെ കണ്ട് പ്രാർത്ഥിക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ വീണ്ടും സാധാരണ ആരോഗ്യത്തിലേക്ക് മടങ്ങി വരുവാൻ തക്ക വിധത്തിൽ ആ മരണത്തിൻ്റെ കയത്തിൽ നിന്ന്, ശ്വാസം നിലച്ചുവെന്ന് കരുതിയ നിമിഷങ്ങളിൽ നിന്ന് ജീവിതത്തെ വീണ്ടെടുത്തുകൊണ്ട് ഒരു പുതിയ ജീവിതം, ആരോഗ്യത്തിൻ്റെ ജീവിതം, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം, വിളിച്ചു പ്രാർത്ഥിച്ചാൽ എൻ്റെ അരികിലെത്തി എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു വലിയ വിഷയത്തെയും ഏറ്റെടുക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ആ രോഗത്തിൻ്റെ ഓരോ സൗഖ്യനാളുകളിലും അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുന്നതിന്, ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ആരോഗ്യം ബലപ്പെടുത്തിയെടുക്കുന്നതിന്, എന്തൊക്കെയാണോ അസാധ്യമെന്ന് പറഞ്ഞത്, സംസാരിക്കില്ല ഇനി സ്വരം പുറത്തു വരില്ലെന്ന് പറഞ്ഞ അതേ സഹോദരൻ അമ്മയുടെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് ജപമാലയിൽ പങ്കുചേരും വിധം ആ സംസാരശേഷി തിരികെ കിട്ടിയതിനെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അമ്മയ്ക്കും ഈശോയ്ക്കും നമുക്ക് എന്തും ചെയ്തു തരുവാൻ സാധിക്കും. ഒന്നിനെക്കുറിച്ചും റിസർവേഷൻ ഇല്ല. നമ്മൾ അമ്മയിൽ എങ്ങനെ കണ്ട് പൂർണ്ണമായ ശരണത്തോടെ ആശ്രയിക്കുന്നുവോ നമുക്ക് അനുഗ്രഹമാകും വിധം ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധി വിഷയത്തെയും അമ്മയും തിരുക്കുമാരനും മാറ്റിക്കൊണ്ടിരിക്കും. അതിൻ്റെ വലിയ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. ചേർത്ത് പറഞ്ഞു, 65 വർഷമായി ലഭിക്കാതിരുന്ന പട്ടയം അമ്മയുടെ ഉടമ്പടി എടുത്ത് ഈ നാളുകളിൽ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എല്ലാ തടസ്സവും നീങ്ങി അത് പട്ടയം ലഭിക്കുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് കിട്ടിയെന്ന അമ്മ മാതാവും തിരുക്കുമാരനും ഈ കുടുംബത്തിൻ്റെ ഈ വലിയ 2 നിയോഗങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് സന്തോഷവും സംരക്ഷണവും നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.